മെയിൻസിന്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. ആ റാങ്ക് ലിസ്റ്റ് മുഴുവൻ നമ്മുടെ പിള്ളേരായിരിക്കണം. സെക്രട്ടറി ടെസ്റ്റിന് തൂക്കിയാൽ ഒറ്റ ആഗ്രഹം മാത്രം. അതിനായിട്ട് ഒരു അടിപൊളി പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നിരുന്ന് സംസാരിച്ചാലോ? ഒരു ചായം കൂടെ ഉണ്ടായിരുന്ന പൊളിച്ചല്ലേ ചായ ജോൺസൺ മാഷിൻ. മെയ് 18 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യുണീക്ക് ആയിരിക്കണം. അതായത് നമ്മുടെ ലക്ഷ്യം ഇത്രയും വരാവും. കമ്പനി ബോർഡ് ഓഫ് സെന്റർ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ, യൂണിവേഴ്സിറ്റി സെന്റർ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിലെ എല്ലാവരും സ്വാർത്ഥതയാണ് അറിയാം നമ്മുടെ പിള്ളേരായിരിക്കും. എങ്ങനെ നമുക്ക് ചെയ്യാം? നമുക്ക് നിലവിൽ പല കാര്യങ്ങൾ ആൻസർ ചെയ്യണം. ഒന്ന് ഈ സാമ്പത്തികം ആൻസർ ചെയ്യണം. അതേപോലെ തന്നെ ചിലപ്പോൾ ഫിലിംസിന് വേണ്ടി കുറേ സ്ഥലങ്ങളിൽ പോയി പഠിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ അത് അങ്ങോട്ട് നല്ല രീതിയിൽ എത്താത്ത കുട്ടികൾ ചിലപ്പോൾ ഇങ്ങോട്ട് വരും. പുറത്തുള്ള കുട്ടികൾ മാത്രമല്ലേ വരത്തുള്ളൂ. കാര്യം നമ്മുടെ കുട്ടികൾക്ക് ഓൾറെഡി ഉണ്ട്. പിന്നെ പുറത്തുനിന്നുള്ള കുട്ടികൾ മാത്രമേ വരാനുള്ളൂ. ഈ ബാച്ചിൽ നമ്മൾ രണ്ടായിട്ട് ഡിസൈൻ ചെയ്യാം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി, SBCA ഈ 3 എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച്. അതുപോലെ സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ചെയ്യും. കോഴ്സ് പരീക്ഷകൾക്കെല്ലാം കൂടെ ഒരു ബാച്ച്. ഈ രീതിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ജനറൽ ആയിട്ടുള്ള പരീക്ഷകളാവുമ്പോൾ ആ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കാൻ പറ്റും. അതിന് പറ്റുന്ന അധ്യാപകരെ എടുത്തിട്ട് നമുക്ക് സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കാൻ പറ്റും. കോഴ്സ് പരീക്ഷകളാകുമ്പോൾ അതിൽ പ്രാധാന്യമുള്ള ആളുകൾക്ക് നമുക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു കോഴ്സിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ ഇപ്പം സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിന് കൃത്യമായ പ്രാധാന്യം കൊടുക്കണം. കാരണം ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഇവർ നേരത്തെ തന്നെ പഠിച്ചു. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിനെ ഇവനെ എങ്ങനെ കൈകാര്യം ചെയ്യും അതനുസരിച്ചിട്ടായിരിക്കും റാങ്ക് വരാൻ പോകുന്നത്. സെക്രട്ടറി ടെസ്റ്റിനൊക്കെ ആ രീതിയിൽ തന്നെയാണ് റാങ്ക് നിർണ്ണയിക്കപ്പെട്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കൃത്യമായിട്ടുള്ള സ്ക്വാഡിന്, അതായത് ഒരു ഫാക്കൽറ്റി സ്ക്വാഡിനെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ. പക്ഷെ അവിടെ ഞാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞാലും നമുക്ക് മാത്രം ഏറ്റവും നല്ല നോട്ട്സും, അതിപ്പോൾ നമ്മുടെ റിസർച്ചിൽ എത്ര ആൾക്കാർ ജോലി ചെയ്താലും കുഴപ്പമില്ല, എത്ര ആൾക്കാരുടെ ഒരു എഫേർട്ട് ഉണ്ടെങ്കിലും പുറത്തിറങ്ങുന്ന ഒരു അടക്കനായിരിക്കണം. അതായത് ആ ക്വാളിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റണം. 2, ഈ പല കുട്ടികൾക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് വെച്ചാലും ഇപ്പൊ അവർ എക്സാം എഴുതുമ്പോൾ അവർക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു നെഗറ്റീവ് മാർക്സ് ഒരുപാട് വരാം. പിന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഒരു മെന്റർഷിപ്പ് ആയിട്ട് അവരുടെ കൂടെ നമുക്ക് ഓരോ ആഴ്ചയിലും അവരുടെ ഓരോ പ്രശ്നത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് അവരുടെ കൂടെ നിൽക്കണം. ഓക്കെ, അതായത് ഈ സെഷനിൽ എങ്ങനെ ടൈം മാനേജ് ചെയ്യാൻ നിൽക്കും, അത് കഴിഞ്ഞ് സെക്കൻഡ് സെഷനിൽ എന്താണ് PSC ആഗ്രഹിക്കുന്നത്. അതായത് ഭയങ്കര പാടുള്ള ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്യുന്ന നിർബന്ധമില്ല. ഇപ്പൊ 200 മാർക്കാണെങ്കിൽ തന്നെ സിലബസ് വന്നിട്ടില്ല. ഇപ്പൊ 100 മാർക്കിനാണ് സിലബസ് കിടക്കുന്നത്. അപ്പൊ 100 മാർക്കാണെങ്കിൽ തന്നെ 90, 95 കട്ട് ഓഫ് വരത്തില്ല, 80 കട്ട് ഓഫ് വരത്തില്ല. സോ എങ്ങനെ ഒരു ആവശ്യമില്ലാത്ത ക്വസ്റ്റനെ എലിമിനേറ്റ് ചെയ്യാം, എങ്ങനെ എലിമിനേഷൻ മെത്തേഡ് നന്നായിട്ട് വർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഒരു ടെസ്റ്റ് പാക്ക് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യണം. എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് വേണം. അവനെ കൊണ്ട് മാക്സിമം ടെസ്റ്റ് നമുക്ക് ചെയ്യിപ്പിക്കണം. കാര്യം നമ്മുടെ ഐഡന്റിറ്റി, അതായത് ഇപ്പോൾ 1.5 വർഷം കൊണ്ട് നമ്മൾ ഇത്രയും സക്സസ് ആയത് അത് നമ്മുടെ എഫേർട്ട് ഉണ്ട്, വലുതാണ്. പക്ഷേ കുട്ടികളുടെ സപ്പോർട്ട്, അവരുടെ റാങ്ക് ലിസ്റ്റ്, ആ സന്തോഷം, സത്യത്തിൽ ആ സെക്രട്ടറിയേറ്റ്സിന്റെ റാങ്ക് ലിസ്റ്റ് വന്ന ദിവസം എന്തൊരു സന്തോഷം. ഇത്രയും കുട്ടികൾ, ഇത്രയും റാങ്ക് ലിസ്റ്റ്, ഇത് നമുക്കിവിടെ കൊണ്ടുവരണം. നമുക്കിവിടെ നമ്മൾ റിസർച്ച് ടീമിലാണെങ്കിലും നമ്മൾ ചെയ്തിരിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത്, ഇപ്പം ഈ ഒരു എക്സാംസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു റിസർച്ചിന് ഹെഡ് ഉണ്ടാവും. ആ ഹെഡിന് താഴെ ഒരു ടീം, ആ ടീമിന് താഴെ വീണ്ടും ഒരു ടീം. അതായത് ഇവർക്ക് വേണ്ടുന്ന ക്വസ്റ്റ്യൻസ്, ഇവർക്ക് വേണ്ടുന്ന നോട്ട്സ്, ഓരോ ബാച്ചിലും ഏതൊക്കെ ക്ലാസ്സുകൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പോകേണ്ടത്, എന്തൊക്കെ നോട്ട്സ് ആണെന്ന് പോകേണ്ടതെന്നുള്ളത് ഡിസൈൻ ചെയ്യാനായിട്ടൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിൽ നിന്നായിരിക്കും, അതായത് 2-3 ആളുകൾ വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും ഒരു നോട്ടോ ഒരു ടെസ്റ്റോ ഒക്കെ ബാച്ചിലേക്ക് പോകുന്നത്. ആ രീതിയിൽ നമ്മൾ റിസർച്ചിനെ സെറ്റ് ചെയ്തിരിക്കും. ഒരു പ്രോപ്പർ പക്കാ മെറ്റീരിയൽ, ഏറ്റവും മികച്ച നോട്ടുകൾ, ഏറ്റവും മികച്ച ക്വസ്റ്റ്യൻസ് ഇവർക്ക് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അതും അൺലിമിറ്റഡ് ആയിട്ടുള്ള എക്സാമുകളിലൂടെ, ഇപ്പോൾ വീക്ക്ലി എക്സാമുകളിലൂടെയും മന്ത്ലി എക്സാമുകളിലൂടെയും മുന്നോട്ട് പോകുമ്പം ഇവരുടെ ക്വാളിറ്റി അസസ് ചെയ്യാനായിട്ടുള്ള എക്സാമുകളിലൂടെയും ഒക്കെ, ഇപ്പോൾ പറഞ്ഞ ടെസ്റ്റ് പാക്കിലൂടെയും ഒക്കെ കൃത്യമായിട്ട് അവർക്ക് ചോദ്യങ്ങൾ ചെയ്ത് ഒരു പേടിയും ഇല്ലാതെ എക്സാമിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ മാത്രമല്ല ഓരോ ആഴ്ച റിവ്യൂ എടുക്കണം, ഓരോ ക്ലാസ്സിലും. കാര്യം ഒരു ഫാക്കൽറ്റി മോശമാണെങ്കിൽ അത് നമുക്ക് റീപ്ലേസ് ചെയ്യണം. ഏറ്റവും നല്ല ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം സമയത്ത് തീർക്കണം. കാര്യം ഓഗസ്റ്റിൽ എക്സാം വരെയാണ്. അപ്പൊ ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങെത്തി. അപ്പൊ മെയ്, ജൂൺ, ജൂലൈ 3 മാസമേ സമയമുള്ളൂ കൃത്യമായിട്ട്. അപ്പോൾ ഈ 3 മാസം കൊണ്ട് നമുക്ക് സിലബസ്, 2.5 മാസം കൊണ്ട് സിലബസ് തീർത്ത് അതിന് പ്രോപ്പർ റിവിഷൻ ഇട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഇട്ടും, അതായത് ഇത്ര ആഗ്രഹമുള്ളൂ. അടുത്ത റാങ്ക് ലിസ്റ്റ് സെക്രട്ടറി ടെസ്റ്റിന് 180 കുട്ടികളാണെങ്കിൽ ഇവിടെ 4000 മുന്നിൽ 4000 കുട്ടികൾ നമ്മുടെ ആയിരിക്കണം, പിടിക്കണം. അവിടെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ മനസ്സിലാക്കാം. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പം മെന്റർഷിപ്പിൽ ഒരു ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വേണ്ടത് മെന്റർഷിപ്പാണ്. അതായത് ഒരാൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോപ്പർ മെന്റർഷിപ്പ്, ഇല്ലെങ്കിൽ ഒരു വഴിതിരിവ്. അതായത് അത് പഠിക്കണം, ഇത് പഠിക്കണം, കുറെ ആ ടെലഗ്രാം ചാനലിൽ പോകണം, ഈ ടെലഗ്രാം ചാനലിൽ പോകണം, ഇന്ന നോട്ട് എടുക്കണം, ഇന്ന മറ്റേ ക്ലാസ് കാണണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിങ്ങനെ വ്യഗ്രതപ്പെട്ടുകൊണ്ടിരിക്കുക. ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് വേറെ കുറെ ആളുകൾ കാണും. അപ്പൊ ഇവർ വഴിതെറ്റും. അപ്പൊ അതുണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് ഓരോ ബാച്ചിലും പ്രോപ്പർ ആയിട്ടൊരു മെന്റർ ഉണ്ടാവണം. ആ മെന്ററിന് സെഷൻസ് ഉണ്ടാവും. അതായത് ഒരു നമ്മുടെ സെഷൻസ് ഉണ്ടാവും. നമ്മുടെ സെഷൻസ് കൂടാതെയാണ് ഞാൻ പറയുന്നത്. അതായത് ഞാനും സാറും ഒക്കെ പോകുന്ന മോട്ടിവേഷണൽ സെഷൻസ് ഉണ്ടാവും, മെന്റർഷിപ്പ് സെഷൻസ് ഉണ്ടാവും.
ഇനി അറിയാമല്ലോ നമ്മുടെ നമ്പേഴ്സ് കുറേയൊക്കെ ഉണ്ട് ഈ കുട്ടികൾ നമ്മുടെ നമ്പർ എല്ലാവരെയും കൂടെ ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കണം. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് നമ്പർ കൊടുക്കുക. നമ്പർ കൊടുത്തതിന് ശേഷം എനിക്ക് തോന്നുന്നു സാറേ നമുക്ക് ഈ മെന്റർഷിപ്പ് സെഷൻസിലൂടെ ഒരു കുട്ടിക്ക് എന്താണ് പ്രോബ്ലം എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം നീ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, നിനക്ക് രാവിലെ ടൈമാണ് ബെറ്റർ. എനിക്ക് എൻ്റെ ഗോൾഡ് ബാച്ചിലൊക്കെ അനുഭവം ഉണ്ട്. രാവിലെ സമയത്ത് പഠിക്കാനായിട്ട് ഇത്ര കുട്ടികൾ, പക്ഷെ ഇവൻ അറിയത്തില്ല രാവിലെ പഠിക്കുന്നതാണ് അവന് ബെറ്റർ എന്നറിഞ്ഞത്. അവനിങ്ങനെ എല്ലാവരും പഠിക്കും പോലെ ഡേ ടൈമിലൊക്കെ ഇരുന്ന് പഠിക്കും, പക്ഷെ അവൻ ഉറക്കം വരുന്നു, പഠിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവൻ ഏറ്റവും ബെറ്റർ ടൈം എന്ന് പറയുന്നത് മോർണിംഗിൽ എഴുന്നേരുന്ന് പഠിക്കുന്നതായിരുന്നു. ഒന്ന് ട്രൈ നോക്കാൻ പറഞ്ഞപ്പോൾ അവന് പഠനം ബെറ്റർ ആയിട്ട് വരും. അതേപോലെ തന്നെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, കാരണം നിന്റെ സമയം നീ ഈ സമയത്തിരുന്ന് പഠിക്കണം, നീ ഇന്ന രീതിയിൽ പഠിച്ചാൽ മതി, നിന്റെ സ്ട്രോങ് ഏരിയ മാത്സ് ആണ്, നീ മാത്സിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, നീ സ്പെഷ്യൽ ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നീ ഇംഗ്ലീഷിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, നിന്റെ വീക്ക് അവിടെയാണ്. ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റിയ ഉറപ്പായിട്ടും നല്ല റിസൾട്ട് നമ്മുടെ പിള്ളേർക്ക് ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായും അത് അങ്ങനെ തന്നെ പോകണം. അപ്പോൾ മെയ് 18 റീസ്റ്റാർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ആ സെക്രട്ടേറിയറ്റ് ടെസ്റ്റ് എങ്ങനെ നമ്മൾ പിടിച്ചോ അതേപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ ഫുള്ള്. അപ്പോൾ ചായ കുടിച്ചോ? ഒരു ചായ കുടിക്കാം. ചായ കുടിച്ച് പണി തുടങ്ങാം.